ഫ്രണ്ട്സ്, ഈ പ്ലെയിനിൽ കയറി ആകാശത്തുകൂടിയുള്ള ഈ ഒരു യാത്ര എന്ന് പറയുന്നത് നമ്മൾക്ക് ചിലപ്പോൾ ആദ്യത്തെ ഒന്നോ രണ്ടോ തവണയൊക്കെ ഒരു ത്രില്ലിങ്ങും ഒരു കൗതുകവും ഒക്കെ ആയിരിക്കാം. അതും ഒരു 3-4 മണിക്കൂറിൻ്റെ യാത്രയൊക്കെ ആണെങ്കിൽ. അല്ലാത്ത പക്ഷം നമ്മൾക്ക് ഇത് നിരന്തരമായിട്ടുള്ള ഒരു യാത്ര നമ്മൾക്ക് ചെയ്യണം. എപ്പോഴും നമ്മൾ ഇങ്ങനെ ഒരു യാത്ര ചെയ്യാൻ നമ്മൾക്ക് ചെയ്യേണ്ടി വരുന്നുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ അതൊരു മുഷിച്ചിൽ തന്നെയാണ്. ഒരു തീർത്തും നമ്മളെ ബോറടിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഈ ഒരു ഫ്ലൈറ്റ് യാത്ര. ഞാൻ പറഞ്ഞ പോലെ ആദ്യം 1-2 തവണയൊക്കെ പോകുമ്പോൾ ഒരു കൗതുകം ഉണ്ടാകുമെന്നല്ലാതെ തീർത്തും വിരസമാണ് ഒരു 3-4 മണിക്കൂർ ഇങ്ങനെ ചടഞ്ഞുകൂടി ഒരു സീറ്റിൽ തന്നെ ഇരിക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾക്ക് ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഫ്ലൈറ്റൊക്കെ ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് 1/4-3 മണിക്കൂർ കഴിയുമ്പോൾ കിട്ടുന്ന ആ ഒരു 1-2 ബിയറൊക്കെയാണ് നമ്മൾക്ക് കുറച്ചൊരാശ്വാസം കിട്ടുക. അല്ലെങ്കിൽ തീർത്തും വിരസമായിട്ടുള്ള ഒരു യാത്ര തന്നെയാണ്. പിന്നെ വെറും ഒരുപാട് ദൂരേക്കാണെങ്കിൽ 10-16 മണിക്കൂറൊക്കെ ഇരുന്ന് യാത്ര ചെയ്യേണ്ടി വരികയാണെങ്കിൽ അതിലും കഷ്ടമാണ് കാര്യങ്ങൾ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് 4 വർഷങ്ങൾക്ക് മുൻപ് UAEയുടെ കുറച്ച് ചില എമിറേറ്റ്സുകളിൽ കൂടെ ഞാൻ നടത്തിയ ചില യാത്രകളും അവിടുത്തെ യാത്രാവിശേഷങ്ങളും ആ യാത്ര പോകുമ്പോൾ ഉണ്ടായ കൗതുകകരമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ്. 4 വർഷം മുൻപ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, നമ്മളുടെ കോവിഡ് എന്നുള്ള ആ മഹാമാരി ഒരുവിധം അതിൻ്റെ കുറച്ചൊക്കെ ഒന്ന് ശമിച്ചിട്ടുള്ള ഒരു സമയമെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അത് പൂർണ്ണമായും ശമിച്ചിട്ടില്ല. അപ്പോഴും അതിൻ്റേതായിട്ടുള്ള ഒരു ഭീകരത നിലനിൽക്കുന്നുണ്ട്. ആ സമയത്ത് ചില റെസ്ട്രിക്ഷൻസൊക്കെ എടുത്തു കളയുകയും കുറച്ച് ഭാഗങ്ങളിലെല്ലാം നമ്മൾക്ക് സഞ്ചരിക്കാം എന്നുള്ള ഒരു പരിഗണന ഒക്കെ കിട്ടുകയും ചെയ്യുന്ന ആ ഒരു സമയമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ സമയത്ത് നമ്മൾ കുറച്ചൊക്കെ സ്ഥലങ്ങൾ സന്ദർശിക്കാൻ നമ്മൾക്ക് ആ സമയത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു വീഡിയോ നമ്മളുടെ കാഴ്ചക്കാർക്ക് വേണ്ടി യൂട്യൂബിൽ ഒന്ന് അപ്ലോഡ് ചെയ്യാം എന്ന് തീരുമാനിച്ചത്. ഇത് പഴയ എൻ്റെ ശേഖരത്തിൽ കിടന്ന കുറച്ച് വീഡിയോസാണ്. അപ്പോൾ അതിനെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. നമ്മുടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാറായി. ഒരു ലാൻഡിങ് പൊസിഷനിലേക്ക് വന്ന് അത് റൺവേയിലേക്ക് അങ്ങനെ കിടക്കുകയാണ്. ഇനി കുറച്ച് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അത് നിൽക്കും. നമ്മളെല്ലാം ഫ്ലൈറ്റിൽ നിന്നും ഇറങ്ങും. حتى الضيوف الكرام أهلا بكم في أبو ظبي. يلتقي جماهير يشير إلى الساعة 6:55 ദുബായ് എന്നും സഞ്ചാരികൾക്ക് ഒരു ഹരം തന്നെയാണ്. ഞങ്ങൾ അങ്ങനെ അലൈൻ്റെ പാർക്കിങ്ങിലേക്ക് വന്നിരിക്കുകയാണ്. പാർക്ക് ചെയ്തു വണ്ടി. ഞങ്ങൾ ഇറങ്ങി. ഞാൻ നല്ല വീഡിയോസ് കിട്ടുമ്പോൾ അയക്കുന്നതായിരിക്കും. നല്ല സ്ഥലങ്ങൾ കാണുമ്പോൾ ഇപ്പം നമ്മൾ കാണുന്നത് നല്ല സ്ഥലം തന്നെയാണ്. നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പറ്റുമോ? ഈ തോട്ടത്തിൽ പറ്റുമോ? ഓക്കെ, അപ്പം ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് തന്നെയാണ് പോകുന്നത്. ആ ഒരു ഈന്തപ്പന തോട്ടങ്ങളുടെ ഒരു ഇത് നമ്മൾ കാണിച്ചു തരാം. ഞാൻ വെള്ളം കുടിക്കട്ടെ, തൊണ്ട വരണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ അൽ ഐൻ ഒയാസിസ് എന്ന് പറയുന്ന ഒരു ഈന്തപ്പനകളുടെ ഒരു എന്താ പറയുക, ഒരു കാട് തന്നെ എന്ന് പറയാം. വളരെ മനോഹരമായിട്ട് ഇത് വളരെയേറെ നീണ്ടു കിടക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ സൈക്കിൾ അവൈലബിളാണ് പോവാൻ. പക്ഷേ വളരെ എക്സ്പെൻസീവാണ്. നടന്ന് കാണാനാണെങ്കിൽ ഒരു 1 hour എടുക്കും. എന്ന് പറഞ്ഞാൽ ചുമ്മാ നടന്ന് അങ്ങനെ കാണാൻ തന്നെ. പക്ഷേ ഇങ്ങനെ നമ്മളെമാതിരി നിർത്തി ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ഒരു 1-2 മണിക്കൂറുകൾ എടുക്കും ഈ സ്ഥലം കാണാൻ. കുറേയേറെ സംഗതികളുണ്ട്. ഇടയിൽ ചെറിയ കോഫി ഷോപ്പുകളുണ്ട്. നിങ്ങൾക്ക് സൗകര്യത്തിന് ഇരുന്ന് റെസ്റ്റ് എടുക്കാനുള്ള അതെല്ലാം വളരെ വൃത്തിയും ഹൈജനിക്കുമായിട്ടാണ് ഇവിടെ സംവിധാനങ്ങൾ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇപ്പോൾ ഞങ്ങൾ 2 പേർക്കപ്പോൾ സൈക്കിള് ഉണ്ട്. പിന്നെ കുറേ ഫാമിലീസായിട്ട് വരണമെങ്കിൽ ചെറിയ ജീപ്പ് സൗകര്യങ്ങളുണ്ട്. അതും എല്ലാം AC ഇതിലുള്ള വൃത്തിയുള്ള വണ്ടികളാണ്. സൈക്കിളാണെങ്കിൽ അവിടുന്ന് തന്നെ തൊപ്പിയും കാര്യങ്ങളും തരുന്നതായിരിക്കും നമുക്ക്. അവർ ഇപ്പം നമ്മളുടെ ഒരു ചെറിയ മാപ്പ് അവർ തന്നിട്ടുണ്ട്. ഇവിടുത്തെ ഒരു ഭൂഘടന വിവരിച്ചിട്ട് എവിടെയൊക്കെയാണ് കോഫി ഷോപ്പ്, എവിടെയൊക്കെയാണ് എൻട്രൻസ് ഉള്ളത്, എൻട്രി ഏതിയൊക്കെയാണ് വഴികളുള്ളത് എന്നുള്ളതിനെ ഒരു ഇതാക്കിയിട്ടൊരു മാപ്പ് തന്നിട്ടുണ്ട്. വളരെ മനോഹരം. വന്നാൽ ഇവിടെ വന്ന് സന്ദർശിക്കുക.
അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഒരു അറിവ് ചെറിയ പുലികൾ, അറബി പുലികൾ ഉണ്ടാവും എന്നുള്ളൊരു ഇൻഫർമേഷൻ ഞങ്ങൾക്ക് ചിലപ്പോൾ ഉണ്ടാവാമെന്ന്. അറബി പുലികളോ മറ്റേ ഈ കാട്ടിൻ്റെ ഉള്ളിൽ ഉണ്ടാവുമോ? നമ്മളുടെ അവിടെ വലിയൊരു വാഴത്തോട്ടം കാണുന്ന ഒരു ഇതുമാതിരിയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ വാഴയല്ല ഇത്. തല നേക്കി നടന്നിട്ടില്ലെങ്കിൽ ഇത് കൂർത്ത് മുള്ളുകളുള്ള ഒരു മരമാണ് ഈന്ത പഴത്തിൻ്റെ ഇത്. കണ്ടോ, നല്ല മുള്ളുകളാണ്, നല്ല ശക്തിയുള്ള മുള്ളുകളാണ്. എൻ്റെ തല മറ്റേ മുട്ടിക്കഴിഞ്ഞാൽ പണി കിട്ടും എനിക്ക്. കാരണം ഈ മുടിയില്ലാത്ത അവസ്ഥയിൽ അത് ആഴ്ന്ന് തന്നെ നല്ല അടിപൊളി നല്ല ബലമുള്ള മുള്ളുകളാണ്, നല്ല കൂർത്ത മുള്ളുകളാണ്. അപ്പോൾ അത് സൂക്ഷിക്കുക കേട്ടോ. പാലരുവി കരയിൽ പൗർണമി വിരിയും രാവിൽ പറന്നു വരൂ വരൂ പനിനീരുതിരും രാവിൽ. അതിമനോഹരമായിട്ടുള്ള നമ്മളുടെ തന്നെ ഒരു പൂർവികമാരുടെ മറ്റേ മോട്ടോർ ഷെഡും, അതിൽ നിന്നും പുഴയിൽ നിന്നും മോട്ടോർ ഷെഡിലേക്ക് മോട്ടർ അടിച്ചിട്ട് നമ്മളുടെ തോട്ടങ്ങളിലൂടെ അതുപോലെ അതേ പ്രോസസ്സ്. പക്ഷേ ഇത് വൃത്തിയുള്ളൊരു സംഭവം. നോക്കൂ, നിങ്ങൾക്ക് തന്നെ അത് കണ്ടാൽ അറിയാവുന്നതാണ് എത്ര മനോഹരമായിട്ടാണ് അവരതിനെ, ആ ജലസ്രോതസ്സിനെ കടത്തിവിടാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു മതിൽക്കെട്ടും ചെറിയ ഒരു തിട്ട, അങ്ങനെ ആ വെള്ളം ഒഴുകി പോകുന്നു, എല്ലാറ്റിലേക്കും വെള്ളം കൊടുക്കുന്ന ആ ഒരു മനോഹരമായിട്ടുള്ളൊരു ദൃശ്യം. പച്ചപ്പ്, എങ്ങും പച്ചപ്പിൻ്റെ ആ മനോഹാരിത കൺകുളിർക്കെ കാണാൻ പറ്റിയ ഒരു സന്ദർഭം ഇവിടെ ഈ മരുഭൂമിയിൽ. അത് തന്നെ മഹത്തരമല്ലേ? അതാണ് അതിൻ്റെ പ്രത്യേകതയും. വളരെ ഭംഗിയായിരിക്കുന്നു, എവിടെ നോക്കിയാലും പച്ചപ്പ്. നമ്മളുടെ കഴിവുകേട് മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് പലതും നമ്മൾ പറയാറുണ്ട്. ഇത് നമ്മളുടെ ഇവിടെ ശരിയാവില്ല, നമുക്കത് അവിടെ ശരിയാവില്ല, എനിക്ക് അത് ശരിയാവില്ല, എനിക്ക് ഇത് പിടിക്കില്ല, ഞാൻ ചെയ്താൽ ഇത് ശരിയാവില്ല. ഇവിടെ നോക്കൂ, ഇവർ മാങ്ങ മരമാണിത്, മാവ്. നമ്മളെ പാലക്കാട് ഭാഷയിൽ മൂച്ചി എന്ന് പറയും ഇതിന്. എത്ര മാങ്ങ മരങ്ങളാണ് നോക്കൂ, എത്ര മാവാണ് നോക്കൂ. ഇതാ പേരയ്ക്ക, കൊയ്യാപ്പഴം എന്ന് പറയും തമിഴിൽ, എല്ലാം കൊയ്യക്ക, ഒരു പേരമരം, ഇഷ്ടംപോലെ മാങ്ങ മരങ്ങൾ. ഇതാ നമ്മൾ ബാഗ് കെട്ടി നിർത്തി വെച്ചിരിക്കുകയാണ്. ഈന്തപ്പഴം പഴുത്ത് കഴിഞ്ഞാൽ ഒന്നാമത് അതിന് പൊടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും, രണ്ടാമത് അത് പഴുത്ത് വീണ് പോവാതിരിക്കാൻ വേണ്ടിയിട്ടുമുള്ള ഒരു പ്രിക്കോഷനാണ് അവർ ചെയ്തിരിക്കുന്നത്. അത് കവറിട്ട് എല്ലാം പാക്കറ്റ് ഇട്ടിട്ട് തടഞ്ഞു വെച്ചിരിക്കുന്നു. അത് താഴെ വീണ് പോവില്ല. അല്ലാത്തതും ഇഷ്ടംപോലെ ഉണ്ട്, ഇഷ്ടംപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഈ മുകളിൽ ഈന്തപ്പഴങ്ങളുടെ ഒരു പക്ഷേ ഇവിടെ നിന്ന് കുറേ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടാവാം ഇവർ. അത്രയ്ക്കും ഈന്തപ്പഴങ്ങളുടെ ഒരു ഇതാണ്. ഇതിൻ്റെ തന്നെ പല ക്വാളിറ്റികളുണ്ടാവും, ഫസ്റ്റ് ക്വാളിറ്റി, സെക്കൻഡ് ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് ഓരോ ഇനി ഈ പൊടി കാറ്റും എല്ലാം വന്നതിന് ശേഷമാണ് ഇതിൻ്റെ ഒരു മൂപ്പെത്തി ഇത് പഴുക്കുന്നത്. അതാണ് ഇതിൻ്റെ ഈ ഒക്ടോബറോട് കൂടിയിട്ടാണ് ഇത് പഴുത്ത ഈന്തപ്പഴം നിങ്ങൾക്ക് മാർക്കറ്റുകളിൽ ഫ്രഷായിട്ടുള്ളത് കിട്ടുക. കാരണം അപ്പോഴേക്കേ ഇത് പാകമാവുള്ളൂ. ഇവിടെ തന്നെ ഏകദേശം നിങ്ങൾക്ക് 200 മീറ്റർ 300 മീറ്റർ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല ചെറിയ വിശ്രമ കേന്ദ്രങ്ങൾ ഇവിടെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. വളരെ വൃത്തിയുള്ളതും നമ്മൾക്ക് കാണാൻ ഇതുവരെ പറ്റാത്ത, നമ്മുടെ നാടിലില്ലെങ്കിൽ കാണാൻ കഴിയാത്ത തരം ഉള്ള ഒരു സംഭവങ്ങളാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാട്ടിനെ എങ്ങനെ പൊതുജനങ്ങൾക്ക് നന്നാക്കിയെടുക്കാമെന്നുള്ളതിനുള്ളൊരു ഉദാഹരണം കൂടിയാണ് ഇത്തരം ഇത്. അത് നമ്മൾ ശരിക്കും മാതൃകയാക്കേണ്ട ഒരു സംഭവമാണ്. നമ്മളങ്ങനെ അലൈനിലേക്ക് നമ്മളിപ്പോൾ എന്താണ് കാണാൻ ഉദ്ദേശിച്ച് എന്നുണ്ടെങ്കിൽ ആ മെയിൻ സ്ഥലം, ആ സ്പോട്ട് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ മുഴുവൻ എവിടെ നോക്കിയാലും മണ്ണിൻ്റെ വലിയ കൂമ്പാരങ്ങൾ, വലിയ ഒരു ഭീമാകാരമായിട്ടുള്ള പർവ്വതങ്ങളുമാതിരി വലിയ കുന്നുകളും മണ്ണ് മൂടിയ വലിയ മലകൾ തന്നെ, മല എന്ന് തന്നെ പറയാം, മലകളാണ് ചുറ്റും കാണുന്നത്. ഇത് ചുറ്റുപുറവും മണ്ണ് ഉറഞ്ഞു കിടക്കുന്ന മലകളാണ് നമുക്ക് ഇനിയും അതാണ് കാണാനുള്ളത്.
ഓടിക്കണൊക്കെ വണ്ടി അങ്ങനെയൊക്കെ പോകും. നല്ല കാറ്റുണ്ടാ. ഇവിടെ നല്ല കാറ്റാണ്. ഞങ്ങളുടെ വണ്ടി തന്നെ ഒലഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ കൂടെ വലിയ പാമ്പാണ് നോക്ക്. അതെ, സൈഡിൽ പാമ്പിനെ കണ്ടു, വലിയ പാമ്പൊന്നിനെ കണ്ടു. ആനക്കൊണ്ട എന്നാണ് എൻ്റെ കൂടെയുള്ള ആൾ പറഞ്ഞത്. ഇനി കുറച്ചതിൻ്റെ താഴ്വാരം എന്ന് പറയാൻ വിശേഷിപ്പിക്കാവുന്ന കുറേ സ്ഥലങ്ങൾ ഒഴിഞ്ഞു കിടക്കുന്ന ഇങ്ങനെ മരുഭൂമി എന്ന് തന്നെ പറയാം. പരന്ന് കിടക്കുന്ന അന്തവുമില്ല ആദിയുമില്ല അന്തവുമില്ല എന്ന് പറഞ്ഞതുമാതിരി അങ്ങനെ പരന്ന് ഇവിടെ നിന്ന് നോക്കിയാൽ എവിടെയോ കാണാനും പറ്റുന്നില്ല. എവിടെയെങ്കിലും അപ്പുറത്ത് ഉണ്ടോ സ്ഥലം എന്ന് വെച്ചാൽ ഏകദേശം കടൽ മാതിരി ഒരു കരപ്രദേശം അങ്ങനെയും പറയാം. വളരെ നീണ്ട് പരന്ന് വിശാലമായിട്ട് അങ്ങനെ കിടക്കുകയാണ്. ഇടയിലിടയിൽ ഓരോ പച്ചപ്പ് എന്തൊക്കെയോ കാണുന്നുണ്ട്, കുറ്റിച്ചെടികൾ. ഒരുപാട് വണ്ടികൾ പോകുന്നുണ്ട്. നമ്മൾ പോകുന്ന സ്ഥലത്തേക്ക് തന്നെ ആയിരിക്കും, ഇല്ലെങ്കിൽ നമ്മൾ പോകുന്ന സ്ഥലത്തേക്കായിരിക്കും അവർ പോകണമെന്ന് പറഞ്ഞിട്ട് അവരെ നമ്മൾ ഫോളോ ചെയ്യുകയാണ്. നമുക്കറിയില്ല നമ്മൾ പോകുന്നത് കറക്റ്റ് ദിശയിലേക്കാണോ എന്നുള്ളത്. കണ്ടറിയാം. ഇതിപ്പോൾ അലൈനിലേക്ക് പോകുന്ന വഴിക്ക് ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് എടുക്കുന്ന ഒരു വീഡിയോ ആണ്. ഇത് താഴേക്ക് നിങ്ങൾക്ക് നോക്കാം നമ്മൾ എത്ര മേലെയാണ് പോകുന്നുള്ളത്. താഴെ ഒരു ചെറിയ ഒരു ഇതുമാതിരി കാറൊക്കെ വരുന്നത് കാണാം. വളരെയേറെ ഉയരത്തിലാണ്. ഇവിടെ ഇപ്പോൾ ചെറിയൊരു ക്ലൈമറ്റും ചേഞ്ചായി തുടങ്ങി. ചൂട് അനുഭവപ്പെടുന്നില്ല. ഏകദേശം 3:30 മണി 3:30 മണി സമയമാണ്. എത്രയും സമയം എത്രയും 4 മണിയാണ്. ഒരു ചൂടുമില്ല, ഒന്നുമില്ല, നല്ല കാറ്റ്, കുറച്ച് തണുപ്പുമുണ്ട്. പക്ഷേ എല്ലാവിടെയും വരണ്ട ഒരു മലനിരകളാണ്. എല്ലാവിടെയും മഞ്ഞല്ല, മണ്ണ് മലകൾ. എല്ലാവിടെയും മണ്ണ് മലകളാണ് കാണുന്നത്. എന്തായാലും നല്ലൊരു അനുഭവമാണ്. നമ്മളിതൊരു പുരാതനമായിട്ടുള്ളൊരു ഷോപ്പിംഗ് ഏരിയയാണ്. നിങ്ങൾക്ക് ഇവിടുത്തെ ഈ ബിൽഡിങ്ങുകൾ ശ്രദ്ധിച്ചാൽ അറിയാം. വളരെയേറെ പഴക്കം ചെന്ന, അത്ര വൃത്തിയൊന്നുമില്ലാത്ത ഒരു പഴയ കാലത്തെ, അതിപ്പോഴും അങ്ങനെ തന്നെ ഉണ്ട്. ഇവിടെ ഒരു ഷോപ്പിംഗ് ഏരിയയാണ്. ഇവിടെ ഇപ്പോഴും നമ്മളുടെ തുണിയെടുത്ത് തയ്ക്കാൻ കൊടുക്കുന്ന ഒരു സമ്പ്രദായമൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ അങ്ങനെയായിട്ട് കാണാം തുണിക്കടകൾ, നമ്മളെ പണ്ടത്തെ ജൗളിക്കടകൾ എന്ന് പറയും. അപ്പോൾ അങ്ങനത്തെ കടകളും കുറച്ച് കാണാൻ പറ്റി. എന്ന് പറഞ്ഞാൽ റോളിൽ നമ്മൾ റോളാക്കിയിട്ട് വയ്ക്കുന്ന തുണി, അവിടെ നിന്ന് തുണി ഇത്ര മീറ്റർ എന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് പോയിട്ട് തുന്നാൻ കൊടുക്കുന്ന ടൈലറിങ് ഷോപ്പുകളും ഒക്കെ ഇവിടെ കാണാൻ പറ്റും. കൂടാതെ പഴയ ഒരു മസ്ജിദ്, ഒരു പള്ളി എല്ലാം കാണാം. ഇത് തികച്ചും നമ്മളുടെ കോവിഡ് കാലത്തെ ഒരു കാഴ്ചയാണ്. എല്ലാ മോളുകളിലും ആളുമില്ല, ആരുമില്ല, വിജനമായി കിടക്കുകയാണ്. ആരും എവിടേക്കും ഒന്നും പർച്ചേസ് ചെയ്യാനോ വെളിയിലേക്ക് ഇറങ്ങുന്നു പോലുമില്ല ആളുകൾ. അത്തരം ഒരു കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളൊരു ലിഫ്റ്റിൽ കയറി ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിലൂടെ സഞ്ചരിക്കുകയാണ്. ആരും തന്നെ ഇവിടെ ഇല്ല. നമ്മളിതാ വീണ്ടും ദുബായിയുടെ ആ അമ്പരച്ചുംബികളായിട്ടുള്ള ബിൽഡിങ്ങുകളുടെ ഇടയിലൂടെയുള്ള ഒരു സഞ്ചാരത്തിൽ വന്നിരിക്കുകയാണ്. അബുദാബിയിൽ നിന്നും ദുബായ് എത്തിയിരിക്കുന്നു. ഇനി ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ ഒരു 12 മിനിറ്റിൽ എത്തുന്നതാണ്. എവിടെ നോക്കിയാലും വലിയ കെട്ടിടങ്ങളും ദീപപ്രഭയിൽ ആറാടുന്ന, കുളിക്കുന്ന വലിയ വലിയ അമ്പരചുംബികളായിട്ടുള്ള ബിൽഡിങ്ങുകൾ. നല്ലൊരു കളർഫുൾ വ്യൂ ആണ്. ഒരു ടണലിലേക്ക് കടന്നിരിക്കുകയാണ്. കാരണം വേറൊന്നുമല്ല,
ദുബായിൽ നിങ്ങൾക്ക് അതൊരു ബിൽഡിംഗ് ആണ്, ഓവൽ ഷേപ്പിൽ നടുക്കിൽ ഓട്ട, ഇതാ ഇങ്ങനത്തെ ഒരു ബിൽഡിംഗ് ആണ്. പിന്നെ ഈ ഒരു ഇതിൻ്റെ ഉയരം നോക്കിക്കോളൂ. ഇത് ആൾമോസ്റ്റ് നിങ്ങൾക്ക് ഒരു ഏകദേശം ഒരു ന്യൂയോർക്ക് സിറ്റി ആയിട്ട് തന്നെയാണ് ഇതിപ്പോൾ. ഇതിങ്ങനെ വെറുതെ വേറൊന്നും കാണിക്കാതെ ഇങ്ങനെ ഒരു ബിൽഡിംഗ് മാത്രം കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്കതൊരു ന്യൂയോർക്ക് സിറ്റിയുടെ ഒരു അനുഭവമാണ് തരുന്നത്. ഇത് ഷേഖ് സയ്യദ് റോഡാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറയുണ്ടായി, UAE സ്ഥാപകൻ ഞാൻ കഴിഞ്ഞ എൻ്റെ ഒരു വീഡിയോയിൽ പറയുണ്ടായി. അപ്പോൾ ഷേഖ് സയ്യദ് റോഡിൻ്റെ ഒരു ആ പേരിലാണ് ഈ റോഡ് അറിയപ്പെടുന്നത്. ഞങ്ങൾ ഓൺ ദ വേ ടു അബുദാബിയാണ്. അതാ ബുർജ് ഖലീഫ ഇടയ്ക്ക് ഇങ്ങനെ കാണാം. ഇപ്പോൾ കാണാം, ഈ ബിൽഡിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബുർജ് ഖലീഫ, ലോകത്തിൽ തന്നെ ഏറ്റവും ഉയരം കൂടിയ ആ കെട്ടിടം ഇപ്പോൾ കാണാൻ നിങ്ങൾക്ക്. ഇതാ ഇതെല്ലാം നമുക്ക് വിചാരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഉയരത്തിലുള്ള ബിൽഡിങ്ങുകളാണ്. ഇതാണ് ദുബായ് ഫ്രെയിം എന്ന് പറയും. ദുബായ് ഫ്രെയിം, അതിന്റെ തൊട്ടടുത്ത് തന്നെ ബുർജ് ഖലീഫ. സോറി, മാറിപ്പോയി, ദുബായ് ഫ്രെയിം അല്ല ഇത്. അതുമാതിരി ഉള്ള ഒരു ബിൽഡിംഗ് ആണ്. ഓക്കെ, ഇനി തെറ്റാർക്കായാലും പറ്റും. അത് നമ്മളുടെ ബുർജ് അൽ അറബിൻ്റെ ഒരു മാതൃകയിൽ മുകളിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ ബിൽഡിങ്ങിൻ്റെ ഇതിൽ. ബുർജ് അൽ അറബ് ഇവിടുത്തെ ഒരു 7 സ്റ്റാർ ഇതാണ്, ഹോട്ടലാണ്. ഇറ്റ്സ് വെരി ഫേമസ് ഇൻ ദുബായ്. അപ്പം നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.